ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സിംഗിൾ മല്ലൂസ്. ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിസ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. വിസിറ്റ് വിസ, ജോലി അന്വേഷിച്ച് വരാനുള്ള വിസിറ്റ് വിസ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. സാധാരണ ആൾക്കാർക്ക് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നെറ്റിൽ സെർച്ച് ചെയ്യണം. ബഹ്റിൻ എംബസി ആയിട്ട് തപ്പിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. നെറ്റിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. വലിയ വള്ളിക്കെട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഏതാണ്ട് 90 ദിവസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രിക്ക് ഏതാണ്ട് ബഹ്റിൻ ദിനാർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു 47 ബഹ്റിൻ ദിനാർ എന്തോണ് വരുന്നത്. 47 ബഹ്റിൻ ദിനാർ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 11,000 രൂപയുടെ അടുത്ത് വരും. പിന്നെ അത് അല്ലാതെ നമ്മളതൊരു ട്രാവൽ ഏജൻറ്റ് വഴിയാണെങ്കിൽ ട്രാവൽസ് വഴി നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 12-13 രൂപ എന്തെങ്കിലും ട്രാവൽ ഏജൻസി വഴിയാണ് വരും. എനിക്കിത് കിട്ടിയത് 2 വഴിക്കുള്ളൂ. എനിക്കിത് കിട്ടിയത് ഫ്രീ ആയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു സംഭവമാണ്. അത് ഞാനും എൻ്റെ ഉമ്മയും വല്യമ്മയും പെങ്ങളും അളിയും എല്ലാവരും കൂടി എറണാകുളത്തൊരു ടൗണിലൊരു കല്യാണത്തിന് പോകും. അങ്ങനെ കല്യാണം അവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഉമ്മയുടെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ചോദിച്ചു, എന്തായി മോൻ വന്നിട്ട് 1.5 കൊല്ലമായല്ലോ, തിരിച്ച് പോയില്ല ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, വന്നിട്ട് തിരിച്ച് പോയില്ല, അവൻ വേറെ വിസയും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് റെസ്യൂമൊക്കെ അയക്കുന്നുണ്ട്, വലിയ ഗുണമൊന്നുമില്ല, ആരും റിപ്ലൈ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്ലൈ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളിലേക്ക് നമ്മളൊരു അഡ്രസ്സ് ഒപ്പം എടുത്ത് കമ്പനികളിലേക്ക് റെസ്യൂം അയക്കുക എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ കമ്പനിയിലും 10,000-15,000 റെസ്യൂമുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കണ്ടാവും. അവരത് തുറന്നു പോലും നോക്കണ്ടാവില്ല, നേരെ എല്ലായിടത്തും ഡസ്റ്റ്ബിന്നിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ അങ്ങനെയുള്ള മെയിലുകളൊക്കെ സ്പാം ഫയലിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അവർക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാനുണ്ട്. കാരണം ഡെയിലി ഒരുപാട് വരും. അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉമ്മർത്തിങ്ങനെ ഒരു വിഷയം ചോദിച്ചിട്ടിരിക്കുകയാണ്, അവനിപ്പോൾ വേറെ കല്യാണം നോക്കുന്നില്ലേ, എന്താ വേറെ കല്യാണം നോക്കാത്ത എന്താ? അപ്പോൾ അമ്മ അങ്ങനെ പറയണ്ട, അവനിങ്ങനെ വേറെ ജോലി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ജോലിയായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിലിപ്പോൾ എന്ത് ചെയ്യണോ? നാട്ടിലിപ്പോൾ അവനൊരു കമ്പനിയിൽ ഇപ്പോൾ ഒരു സൂപ്പർവൈസറായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സാലറി കുറവാണ്. നാട്ടിലല്ലേ വലിയ കാര്യമൊന്നുമില്ല, ഗൾഫിലേക്ക് എന്തെങ്കിലും പോയാൽ മാത്രം സാലറി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദിച്ച പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരി. അപ്പോൾ അയാൾ ബഹ്റിനിൽ അത്യാവശ്യം നല്ല പൊസിഷനിലാണ്. ഇവിടെ എന്തോ സൂപ്പർ മാർക്കറ്റും ചെറിയ ക്ലിനിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ അവിടെ ബഹ്റിനിൽ തിരുത്താൻ നല്ല സെറ്റപ്പുള്ള ഒരാളാണ്. അപ്പോൾ ഉമ്മ ഇവരോട് പറഞ്ഞു, അവനൊന്ന് കൊണ്ടുപോയി ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് ഈ കൺസ്ട്രക്ഷനായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിറ്റ് വിസ വേണ്ടി എടുത്തരാം, അവനോട് വന്ന് ജോലി അന്വേഷിച്ച് അവനായിട്ട് കണ്ടുപിടിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു വിസിറ്റ് വിസ എടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പോഴേ ഞാൻ പറഞ്ഞു, വേണ്ട, വിസിറ്റ് വിസ വേണ്ട. കാരണം 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് എനിക്കറിയാം വിസിറ്റ് വിസയിൽ ഇവിടെ വന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും ഇവിടെ വന്നാലുള്ള അലച്ചിൽ എന്താണെന്നും നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അത് എടുക്കരുത്, അത് വേണ്ട പറഞ്ഞു. ഇയാൾ ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ, നീ എന്തെങ്കിലും റെസ്യൂം അയക്കി, എന്നിട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് അയക്കുക, ഞാൻ നിനക്ക് അവിടെ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരും കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും എൻ്റെ റെസ്യൂമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കല്യാണം വീട്ടിൽ നിന്ന് പിരിഞ്ഞു. ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ച റിസപ്ഷനായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ആയപ്പോഴേക്കും ഈ ഉമ്മയുടെ കൂട്ടുകാരി വിളിച്ചേക്കുക. അതെ, ഇക്ക വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നെറ്റിൽ കയറി വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ വേക്കൻസി അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ആരും റിപ്ലൈ ഒന്നും അയച്ചില്ല. അവരെല്ലാവരും പറഞ്ഞത് വിസിറ്റ് വിസയിൽ കയറി വാ, അവനിവിടെ കൊണ്ടൊന്ന് അന്വേഷിക്കുക, ജോലി ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് നടന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നാ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ അവനോട് എന്നാൽ വിസിറ്റ് വിസ എടുക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ചോദിക്കൊന്നും വേണ്ട, ഇക്ക ഇന്നലെ രാത്രി തന്നെ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു,
ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് സാങ്ഷൻ ആയിട്ടുണ്ട്, ഓക്കെ ആയി. അപ്പോൾ 3 മാസം സമയമുണ്ട്. മോനോട് 3 മാസത്തിനകത്ത് എപ്പോഴെന്ന് വെച്ചാൽ കയറി ബഹ്റിനിലേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ ഓടി എൻ്റെ അടുത്ത് വന്നു, എടാ അവർ ബിസിയായി എന്ന് പറഞ്ഞു. ഞാൻ ബിസിയായോ? ഏത് കമ്പനിയിലാണ് ജോലി, എന്താ സാലറി, എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. എൻ്റെ ഫീൽഡ് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതല്ല, ബിസിയാണ്. അയാൾ അവിടെയൊക്കെ ചോദിച്ചു, ഒരു രക്ഷയൊന്നുമില്ല, ആരും അങ്ങോട്ട് ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് റിപ്ലൈ തരുന്നില്ല. എല്ലാവരും പറഞ്ഞത് വിസിറ്റേഴ്സിലൊന്ന് അന്വേഷിച്ചാൽ കിട്ടും. അപ്പോൾ നീ ഒന്ന് കയറി ചെല്ല്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും റൂമിൻ്റെയും കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ കോണ്ടാക്റ്റ് വെക്കാം, നമുക്കത് പോവാം എന്ന് പറഞ്ഞു. നമുക്കല്ല, എന്നോട് നീ പൊക്കോ എന്നിട്ട് ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വിസിറ്റ് വിസ എടുക്കുകയും ചെയ്തു. വിസിറ്റ് വിസ അയാൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ വിസയാണ്, മൾട്ടിപ്പിൾ എൻട്രി ആണ്, 90 ഡേയ്സിനുള്ള വിസയാണ്. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡും ചെയ്യാം. അപ്പോൾ അയാൾക്ക് ഏകദേശം 10,000-11,000 രൂപയോളം ചിലവുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് ചോദിക്കാണ്ടൊക്കെ പുള്ളി കയറി അറ്റൻഡ് ചെയ്ത് പുള്ളി തന്നെ വിസയൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞു. ഇനി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കയറി പോരാന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ പോരാം എന്ന് വിചാരിച്ച് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ആദ്യം വേണ്ട എന്ന് തന്നെ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നു. 3 മാസം ആവാറൊക്കെ ആയപ്പോഴേക്കും മനസ്സ് മാറി. പിന്നെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു 10,000-11,000 രൂപ മുടക്കിയതാണല്ലോ. അപ്പോൾ നമ്മൾ പോകാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ ശരി പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനായിട്ട് തയ്യാറെടുപ്പായി. അങ്ങനെ നേരെ ബഹ്റൈനിൽ വന്ന് ജോലി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയണത് ഇവിടെ ഫ്ലെക്സി വിസ ഉള്ളവർക്ക് മാത്രമേ ജോബിലേക്ക് മാറാൻ പറ്റുള്ളൂ. വിസിറ്റ് വിസയിൽ വന്നവർ ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം വിസിറ്റ് ചെയ്യുക, കറങ്ങുക, അടിച്ചു പൊളിക്കുക, അതുപോലെ തിരിച്ച് നാട്ടിലോട്ട് പോവാം 90 ദിവസത്തിനകത്ത്. അതാണ് എൻ്റെ കിട്ടിയ വിസ. ഈ വിസയെ കൊണ്ട് ജോലി അന്വേഷിച്ച് എവിടെ പോയാലും ഫ്ലെക്സി വിസ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തും നെഗറ്റീവാണ്. ആകെ പ്രശ്നം. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി ഒരുപാട് ഇടങ്ങേറെ എല്ലാം കഴിഞ്ഞ് വിസയുടെ കാലാവധി തീർന്നതിന് ഒരു 35-40 ദിവസമില്ല, ഒരു 35-32 ദിവസം മുമ്പാണ് ഇപ്പോൾ ഞാൻ ഈ കയറി ചേർത്തത് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ബുദ്ധിമുട്ടിയാൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നേടാവുന്നുള്ള സംഭവമുള്ളൂ. ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവാൻ വേണം. എന്ന് വെച്ചിട്ട് നാട്ടിൽ നിന്ന് ഇനി ഈ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ചു എന്നവർ ഇതൊക്കെ നിയമമൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാരണം ഞാൻ വരുന്നതിന് 2 മാസം മുമ്പായി നിയമം മാറിയത്. മുമ്പ് വിസിറ്റ് വിസയിൽ വന്നാൽ ഇവിടെ ജോലി അന്വേഷിക്കാമായിരുന്നു, അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നതാണ്. ജോലി അന്വേഷിക്കാമായിരുന്നു, ജോലിക്ക് കയറുകയും ചെയ്യായിരുന്നു, വിസ ഇവിടെ തന്നെ മാറിയാൽ മതിയായിരുന്നു, വേറെ നാട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റൂൾ അങ്ങനെയല്ല. ഇപ്പോൾ വിസ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി നമ്മൾ നാട്ടിലേക്ക് അയക്കണം. നാട്ടിലേക്ക് അയച്ചിട്ട് പിന്നെ കമ്പനി കൊണ്ട് 10-25 ദിവസം പേപ്പറിൽ പരസ്യം കൊടുക്കണം. അത് ഇവിടെ വല്ല അറബികൾ എന്തെങ്കിലും ഈ വേക്കൻസിയിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ അറബികൾക്ക് ജോലി എടുക്കാൻ വേണ്ടി അത് ഈ ഗവൺമെൻറ് വെച്ചൊരു നിയമമാണ്. സംഗതി നല്ലതാണ്. കാരണം ഏത് രാജ്യമാണെങ്കിലും ആദ്യം അവരവരുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ മെയിൻ. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് സിവിൽ എഞ്ചിനീയറിൻ്റെ പോസ്റ്റിലേക്ക് വേറെ ആരും വന്നില്ല, നമുക്ക് തന്നെ അത് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ ബഹ്റൈനിൽ എത്തിപ്പെട്ടത്. ഞാനത് എങ്ങനെ വിസിറ്റ് വിസ കിട്ടി, എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിൻ്റെ കഥയായി പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അവിടുന്ന് ബഹ്റൈൻ വിസയിൽ എടുത്തിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. ഇനി വെള്ളിയാഴ്ച മാത്രം പള്ളി പോകണ ഒരുത്തനാണെങ്കിലും ഇവിടെ വന്ന് 5 നേരം പള്ളി പോകും. ആ കണ്ടീഷനാണ് ഇവിടെ. മറ്റേ ബെഡ് സ്പേസൊക്കെ എടുത്ത് റൂമിൽ എവിടെയെങ്കിലും താമസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം ബെഡ് സ്പേസ് എന്താണെന്നും ബെഡ് സ്പേസിൻ്റെ അവസ്ഥ എന്താണെന്നും. പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നേക്കണമല്ലോ, ജോലി കണ്ടുപിടിക്കാൻ വന്നേക്കണമല്ലോ. അപ്പോൾ അതുവരെ രാത്രി എവിടെയെങ്കിലും ഒന്ന് ഈ ചൂടുത്ത AC ഇട്ടുന്ന എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അതിന് ഒരു ബെഡും ഒരു സംഭവം കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു നമുക്ക്. അത് നമുക്ക് കിട്ടി. ഈ ബുദ്ധിമുട്ടിയതിനും ഈ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിനും
നന്നായിട്ട് 5 നേരം മുട്ടുകുത്തി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിനൊക്കെ അതിനുള്ള ഗുണമുണ്ടായി. ഈ പഠിച്ചവൻ എല്ലാവരെയും എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബില്ല, വിസ്റ്റേഴ്സിയാണ്, നടക്കില്ല മോനെ, വേറെ നോക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് പോയ എല്ലാ സ്ഥലത്തുനിന്നും എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു കമ്പനിയിൽ അവരവിടുന്ന് നമ്മളെ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചവൻ നമുക്ക് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ട് പെട്ടെന്നാണ്ട് ജോലി കൊടുത്താൽ ആ കിട്ടുന്ന ജോലിയോട് നമുക്കൊരു വില ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചവനെ അങ്ങോട്ട് അലഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് പഠിച്ചവൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ തീരുമാനത്തോട് വലിയ എതിർപ്പൊന്നുമില്ല. നന്നായിരുന്നു. കാരണം അത്യാവശ്യം അലഞ്ഞിട്ടാണെങ്കിൽ അത് കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിയതുകൊണ്ട് നമുക്ക് ആ ജോലിയുടെ വിലയുണ്ട്. എനിക്ക് എൻ്റെ പ്രൊഫഷൻ തന്നെ കിട്ടിയത്. ഇതൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന കമ്പനിയാണ്. ഡിസൈനിങ് മാത്രമല്ല, വർക്കും ഉണ്ട്. അതിൻ്റെ വർക്കിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നമ്മളാണ്. അങ്ങനെ അത്യാവശ്യം ശാന്തിയും സമാധാനവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എനിക്ക് ആണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വ്യൂസ് ഉണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ ഈ യൂട്യൂബിൻ്റെ ഇതിന് വെയിൽ നിന്ന് വരാറുണ്ട്. ഈ വ്യൂ ചെയ്ത് പോകുന്ന ആൾക്കാർ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം, ഒരു ഇതുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടുമ്പോഴാണ് നമുക്കും അടുത്തടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യം. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബ് ചാനൽ വളർത്തി വലുതാക്കി അങ്ങ് മില്യൺസാക്കി ഇതിന്ന് അങ്ങനെ ചെയ്യാന്നുള്ള ധാരണ നമുക്കില്ല. അതിന് മാത്രമുള്ള ഒരുപാട് യൂട്യൂബ് ആൾക്കാർ ഇവിടെ ഉണ്ട് താനും. എനിക്കാണെങ്കിൽ ഇവിടെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ എൻ്റെ കഥകൾ കാര്യങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്, മനസ്സിലായോ? എനിക്കിവിടെ വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് മെയിനായിട്ട് ഇനി ജീവിതത്തിൽ തോൽക്കാൻ പാടില്ല, ഇനി ജീവിതത്തിൽ ജയിക്കാനേ വേണം. അപ്പോൾ ആ ജയം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിന് തുടങ്ങിയത് കേട്ടോ. ഇനി എന്തിനീ ചാനൽ, നിനക്ക് എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളതിനൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം വേറെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ജീവിത സ്റ്റൈലും നമ്മളുടെ ജീവിത രീതികളൊക്കെ തന്നെയാണ് നമ്മളുടെ കണ്ടൻറ്റ്. അല്ലാണ്ട് വേറെ സെപ്പറേറ്റ് കണ്ടൻറ്റോ മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും ടെക്കുകളായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനോ റെസിപ്പികൾ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കഴിവുകളും കാര്യങ്ങളും നമുക്കില്ല. നമുക്ക് ഉള്ള കഴിവ് എൻ്റെ കഴിവ് എൻ്റെ ജോലിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനുള്ള കഴിവ് വേറെ തന്നെയാണ്. ഓക്കെ, എനിവേ താങ്ക്സ് ടു ഓൾ. ഓക്കെ, ബൈ.